ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. റിയാൻ പരാഗിന്റെ എക്സെപ്ഷണലായ ആ ഒരു ഇന്നിംഗ്സിനും രാജസ്ഥാൻ റോയൽസിനെ രക്ഷിക്കാനായില്ല. IPL തുടർച്ചയായ രണ്ടാം ലാസ്റ്റ് ബോൾ ത്രില്ലറിൽ വെറും ഒരു റണ്ണിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി. ഈ മത്സരത്തിന്റെ റിവ്യൂവിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഫീൽഡിംഗിൽ ഇടുന്ന ഒരു എക്സ്ട്രാ എഫേർട്ടിന് ഒരു മത്സരത്തിന്റെ റിസൾട്ടിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്നതിന്റെ തെളിവാണ് ഇന്നലത്തെ മത്സരം. ഇന്നലത്തെ ഈ മത്സരം ലൈവ് കണ്ടവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. അവസാന ഓവറുകളിൽ ബൗണ്ടറി ലൈനിൽ റിങ്കു സിംഗ് മികച്ച ഫീൽഡിംഗ് ആണ് കാഴ്ചവെച്ചത്. കുറഞ്ഞതൊരു 6 റൺസെങ്കിലും റിങ്കു ബൗണ്ടറി ലൈനിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല, ആർച്ചർ റണ്ണൌട്ട് അവസാന പന്തിലെ ത്രോ എന്ന് പറയുന്നത് വൈഭവ് അറോറയ്ക്ക് അത്രയും ഒരു പിൻ പോയിന്റ് ത്രോ ആണ് റിങ്കു സിംഗ് നൽകിയത്. അപ്പോൾ നമ്മൾ ഈ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ റിങ്കു സിംഗിന്റെ എഫേർട്സ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മളൊരു അനാലിസിസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ റിങ്കുവിന്റെ ആ ഒരു എഫേർട്ട് എടുത്തു പറഞ്ഞത്. ഇനി മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാപ്റ്റൻ അജിൻക്യ രഹാനെ പതിവിന് വിപരീതമായിട്ട് ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. രാജസ്ഥാൻ റോയൽസിന്റെ ബൗളേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ ഏറ്റവും മികച്ച ഫോമിലുള്ള ബൗളറാണ് ജോഫ്ര ആർച്ചർ. ഇന്നലെയും ഓപ്പണിംഗ് സ്പെല്ലിൽ മികച്ച പ്രകടനമാണ് ആർച്ചർ കാഴ്ചവെച്ചത്. ഇപ്പോൾ ആർച്ചർ എറിഞ്ഞ ആദ്യ 2 ഓവറിൽ വെറും 5 റൺസ് മാത്രമാണ് KKRന് സ്കോർ ചെയ്യാനായത്. അങ്ങനെ ആർച്ചർ ഒരു ഫിയറി സ്പെല്ല് എറിഞ്ഞെങ്കിലും ബാക്കിയുള്ള 4 ഓവറിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് KKRന് ഒരു ഡീസന്റ് പവർ പ്ലേ ആണ് കിട്ടിയത്. ആദ്യത്തെ 6 ഓവറിൽ 56 റൺസാണ് അവർ സ്കോർ ചെയ്തത്. ഇപ്പോൾ റൺ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 9.33 എന്നൊരു റൺ റേറ്റിൽ അവർക്ക് സ്കോർ ചെയ്യാനായി. ഇപ്പോൾ സുൽനരേന്റെ വിക്കറ്റ് തുടക്കത്തിൽ നഷ്ടപ്പെട്ടു. 9 പന്തിൽ 11 റൺസ് മാത്രമാണ് സുൽനരേൻ എടുത്തത്. യുദ്ധവീറിനാണ് സുൽനരേന്റെ വിക്കറ്റ് കിട്ടിയത്. ഈ മത്സരത്തിൽ മികച്ചൊരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ഇവർക്ക് കിട്ടിയില്ല. നമ്മൾ ആ പ്രിവ്യൂ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ സീസണിൽ ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ ഇതേവരെ 50 കടക്കാൻ KKRന് കഴിഞ്ഞില്ല. അത് ഈ മത്സരത്തിലും കഴിഞ്ഞില്ല. എന്നാൽ സുൽനരേൻ പുറത്തായതിനു ശേഷവും പവർ പ്ലേയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ ഗുർബാസിനായി. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഡീസന്റ് ആയിട്ടുള്ള ഒരു പവർ പ്ലേ കിട്ടിയത്. അതിനുശേഷം വന്നത് അജിൻക്യ രഹാനെയാണ്. അജിൻക്യ രഹാനെ അറിയാലോ, അത്യാവശ്യം നല്ല ടച്ചിലുള്ള താരമാണ്. അപ്പോൾ അജിൻക്യ രഹാനെയും ഗുർബാസും ചേർന്ന് ഒരു 50+ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. അജിൻക്യ രഹാനെ 24 പന്തിൽ 30 റൺസാണ് എടുത്തത്. അതുപോലെ തന്നെ ഗുർബാസ് 25 പന്തിൽ 35 റൺസ് എടുത്തു. മിഡിൽ ഓവേഴ്സിലേക്ക് വരുമ്പോൾ KKRന് അപ്പോൾ പവർ പ്ലേയിൽ കിട്ടിയ ഒരു ഡീസന്റ് സ്റ്റാർട്ട്, ആ ഒരു റൺ റേറ്റ് കീപ്പ് ചെയ്യാനായില്ല. അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ റോയൽസിന്റെ സ്പിന്നേഴ്സായ തീക്ഷ്ണയായാലും ഹസരംഗി ആയാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തത്. അപ്പോൾ 65 റൺസ് മാത്രമാണ് ഇവർക്ക് ആ ഒരു മിഡിൽ ഓവേഴ്സിൽ എടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ റൺ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 7.22 ആണ്. അപ്പോൾ നന്നായിട്ട് തന്നെ KKR ബാറ്റേഴ്സിനെ റെസ്ട്രിക്ട് ചെയ്യാൻ RR ബോളേഴ്സിനായി. കൂടാതെ 2 വിക്കറ്റുകളും ഈ ഒരു ഫേസിൽ KKRന് നഷ്ടമായി. എന്നാൽ ഈ മത്സരത്തിന്റെ റിസൾട്ടിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ ഫേസ് എന്ന് പറയുന്നത് ആ ഒരു ഡെത്ത് ഓവേഴ്സ് ആണ്. ഈ മത്സരത്തിൽ KKRന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ആന്ധ്ര റസൽ ഫോമിലേക്ക് തിരികെ വന്നതാണ്. ആന്ധ്ര റസൽ തന്റെ ഒരു ബെസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഡെത്ത് ഓവേഴ്സിൽ ഹെവി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് റസൽ ഈ മത്സരത്തിൽ നേരത്തെയാണ് ക്രീസിൽ എത്തിയത്. അപ്പോൾ സെറ്റ് ആവാനായിട്ട് സമയം ഉണ്ടായിരുന്നു. ഇപ്പം മിഡിൽ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ റസൽ ആ ഒരു ഫേസിൽ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. ആദ്യത്തെ 8 പന്തിൽ 2 റൺസ് മാത്രമാണ് റസൽ എടുത്തത്. എന്നാൽ ഡെത്ത് ഓവേഴ്സിലേക്ക് വന്നപ്പോൾ തന്റെ ആ ഒരു ബെസ്റ്റിലേക്ക് തിരികെ എത്താൻ റസലിനായി. അനായാസം ബൗണ്ടറികൾ റസൽ കണ്ടെത്തി. അങ്ങനെ വന്നപ്പോഴേക്കും 25 പന്തിൽ 4 4ഉം 6 6ഉം അടക്കം 57 റൺസാണ് പുറത്താവാതെ റസൽ സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ റിങ്കു സിംഗ് 6 ബോളിൽ 19 റൺസ് എടുത്തിട്ട് നമ്മുടെ റസലിന് നല്ലൊരു പിന്തുണയും നൽകി. അങ്ങനെ വന്നപ്പോഴേക്കും ഇപ്പോൾ ഒരു മിഡിൽ ഓവേഴ്സിൽ അവർക്ക് എടുക്കാൻ കഴിയാതിരുന്ന ആ റൺസിന് മേക്കപ്പ് ചെയ്യാനായിട്ട് അവർക്ക് ഡെത്ത് ഓവേഴ്സിൽ അവർ സ്കോർ ചെയ്ത് 85 റൺസാണ്. അപ്പോൾ ആ ഒരു ഫേസിലെ റൺ റേറ്റ് എന്ന് പറയുന്നത് 17 ആണ്. ഇപ്പോൾ ലാസ്റ്റ് 5 ഓവറിൽ 85 സ്കോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണെന്ന് നമുക്ക് എടുത്ത് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മിഡിൽ ഫേസിൽ വന്ന ആ ഒരു റൺ വരൾച്ച കവർ ചെയ്യാനായിട്ട് നമ്മുടെ KKRനായി. ഈ ഒരു ഫേസോട് 206 എന്നൊരു മികച്ച സ്കോറിലേക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എത്തുകയും ചെയ്തു. ഇനി നമ്മൾ ഇവരുടെ RRന്റെ ബോളിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോഫ്ര ആർച്ചർ 4 ഓവറിൽ 30 റൺസ് കൊടുത്തൊരു വിക്കറ്റ്. അതുപോലെ യുദ്ധവീർ സിംഗ് 2 ഓവറിൽ 26 റൺസ് കൊടുത്തൊരു വിക്കറ്റ്. തീക്ഷ്ണ 4 ഓവറിൽ 41 റൺസ് കൊടുത്തൊരു വിക്കറ്റ്. അതുപോലെ റിയാൻ പരാഗ് തന്റെ പാർട്ട് ടൈം സ്പിൻ മികച്ച രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തത്. 3 ഓവറിൽ 21 റൺസ് കൊടുത്തൊരു വിക്കറ്റ്. ഇവിടെ ഹസരംഗ വിക്കറ്റൊന്നും എടുത്തില്ലെങ്കിലും അത്യാവശ്യം ഡീസന്റ് ആയിട്ട് എറിഞ്ഞു. 4 ഓവറിൽ 35. ആകാശ് മദ്വാൾ ഈ മത്സരത്തിൽ നന്നായിട്ട് എക്സ്പെൻസീവ് ആയി. 3 ഓവറിൽ 50 റൺസ്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈക്കെതിരെ ഡീസന്റ് ആയിട്ട് എറിയാൻ മദ്വാളിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ മത്സരം വന്നപ്പോഴേക്കും റസൽ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോഴേക്കും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു ആകാശ് മദ്വാളിന്. അങ്ങനെയാണ് ഫസ്റ്റ് ഇന്നിംഗ്സ് പോയത്. ഇനി RRന്റെ ചേസിലേക്ക് വരുമ്പോൾ അവർക്ക് ഒട്ടും നല്ലൊരു തുടക്കമല്ല കിട്ടിയത്. ഇപ്പോൾ വൈഭവ് സൂര്യവംശിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെഞ്ചുറിക്ക് ശേഷം പിന്നീട് തുടർച്ചയായിട്ട് 2ാമത്തെ ഫെയിലിയർ ആണ്. ഇന്നലത്തെ മത്സരത്തിൽ 4 റൺസ് മാത്രമാണ് വൈഭവിന് എടുക്കാൻ കഴിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഈ മത്സരത്തിൽ നിതീഷ് റാണ കളിച്ചിരുന്നില്ല. പകരം വന്ന കുനാൽ സിംഗ് റാത്തോറിനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. 5 പന്തിൽ നിന്ന് റൺസ് ഒന്നും എടുക്കാതെ കുനാൽ റാത്തോർ മടങ്ങി. പിന്നീട് ക്രീസിൽ റിയാൻ പരാഗ് എത്തി. റിയാൻ പരാഗും ജയ്സ്വാളും ചേർന്നിട്ടാണ് ആ ഒരു റീബിൽഡിങ് നടത്തുന്നത്. ഇനി നമ്മൾ RRന്റെ പവർ പ്ലേ നോക്കിക്കഴിഞ്ഞാൽ അവർ 59 റൺസാണ് ഈ ഒരു ഫേസിൽ സ്കോർ ചെയ്തത്. അവിടെ ജയ്സ്വാൾ നല്ല ഫോമിലാണ്. ജയ്സ്വാൾ നന്നായിട്ട് തന്നെ കളിച്ചു. അതുപോലെ പരാഗ് വന്നിട്ടും അറ്റാക്ക് ചെയ്ത് തന്നെയാണ് കളിച്ചത്. അപ്പോൾ നമ്മൾ പവർ പ്ലേ ഫേസ് കമ്പയർ ചെയ്ത് ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആണ്. 56-59 3 റൺസിന്റെ ഡിഫറൻസ് മാത്രമേ അവിടെ ഉള്ളൂ.
പിന്നീട് മിഡിൽ ഓവേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ KKR-നേക്കാൾ എന്തുകൊണ്ടും മികച്ച ഒരു ഫേസ് ആയിരുന്നു RRനിത്. അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ റിയാൻ പരാഗിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ജയ്സ്വാൾ പുറത്തായതിനു ശേഷം നന്നായിട്ട് തന്നെ കളിച്ചു. തുടർച്ചയായിട്ട് 6 സിക്സുകൾ അടിക്കാൻ, ഒരു ഓവറിൽ അല്ലെങ്കിൽ പോലും തുടർച്ചയായിട്ട് 6 സിക്സുകൾ അടിക്കാൻ നമ്മുടെ റിയാൻ പരാഗിനായി. എക്സ്ട്രാ ഓർഡിനറി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു. കാരണം അത്രയും എഫേർട്ട്ലെസ് ആയിട്ടാണ് പരാഗ് സിക്സറുകൾ സ്കോർ ചെയ്തത്. പരാഗ് സിക്സ് അടിച്ച ആ റിവേഴ്സ് സ്വീപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടുന്നതായിട്ട് തോന്നിയതില്ല. വളരെ നൈസ് ആയിട്ട് സിമ്പിൾ ആയിട്ട് സിക്സ് അടിക്കുന്ന പോലെയാണ് പരാഗ് അടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഇന്നിംഗ്സ് ആയിരുന്നു. സെഞ്ചുറി ഡിസേർവ് ചെയ്ത ഒരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു അത്. പക്ഷേ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഭം ദുബെ ക്രീസ് വന്നിട്ട് ആദ്യത്തെ പന്തുകളിൽ ശുഭം ദുബൈക്ക് ബൗണ്ടറികൾ കണ്ടെത്താനായില്ല. അപ്പോൾ ഒരു സൈഡിൽ ആസ്കിംഗ് റേറ്റ് തീർച്ചയായിട്ടും കൂടും. അങ്ങനെ വന്നപ്പോഴേക്കും ബൗണ്ടറി കണ്ടെത്താനുള്ള ഒരു പ്രഷർ റിയാൻ പരാഗിന് വന്നു. അപ്പോൾ റിയാൻ പരാഗ് അങ്ങനെ ഹർഷിത് റാണയെ സിക്സർ അടിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് പരാഗ് പുറത്താവുന്നത്. പരാഗ് എടുത്തത് 45 പന്തിൽ 95 റൺസാണ്. ഈ മിഡിൽ ഫേസിൽ അവർ സ്കോർ ചെയ്തത് 96 റൺസാണ്. 3 വിക്കറ്റ് നഷ്ടത്തിൽ 96 റൺസ് സ്കോർ ചെയ്തു. എബൌട്ട് 10 എന്ന റേറ്റിൽ സ്കോർ ചെയ്യാനായിട്ട് RRനായി. അപ്പോൾ ഈ രണ്ട് ഫേസസ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും RR തന്നെയാണ് ചേസിൽ മുന്നിട്ട് നിന്നത്. ധ്രുവ് ജുറലിന് വീണ്ടും ഒരു ഫെയിലിയർ ആണ്. ധ്രുവ് ജുറൽ കളിച്ച ആദ്യ പന്തിൽ തന്നെ വരുൺ ചക്രവർത്തിയുടെ പന്തിൽ പുറത്തായി. അതുപോലെ തന്നെ വനന്തു അസരംഗയെ ഒന്ന് പ്രൊമോട്ട് ചെയ്തെങ്കിലും അസരംഗയ്ക്കും റൺസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. വരുൺ ആ ഒരു ഫേസിൽ വളരെ നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്ത് അടുപ്പിച്ചടുപ്പിച്ച് വിക്കറ്റുകൾ എടുക്കാനായി. അങ്ങനെ വന്നപ്പോഴേക്കും വീണ്ടും സമ്മർദ്ദത്തിലായിരുന്നു. പിന്നീട് ഹെഡ്മേയർ വന്നപ്പോഴാണ് ഹെഡ്മേയറും റിയാൻ പരാഗും ആ മത്സരം തിരികെ പിടിക്കുന്നത്. അതിനിടയിലാണ് ഹർഷിത് റാണയുടെ ഒരു ബൗൺസറിൽ ഹെഡ്മേയർ പുറത്താവുന്നത്. പിന്നീട് ശുഭം ദുബെ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ ബൗണ്ടറികൾ കണ്ടെത്താനായില്ല. അപ്പോൾ അവസാന ഓവറിലാണ് ഈ ശുഭം ദുബെ അറ്റാക്ക് ചെയ്യുന്നത്. അതുവരെ ശുഭം ദുബെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പരാഗിന് പ്രഷർ വന്നതും പരാഗ് പുറത്താവുന്നതും. പരാഗിന്റെ പുറത്താവലോടെ മത്സരം KKR വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചതാണ്. എന്നാൽ ആദ്യം സ്ട്രഗിൾ ചെയ്തിരുന്ന ശുഭം ദുബെ അവസാന ഓവറിൽ വൈഭവ് റോറെ അറ്റാക്ക് ചെയ്തു. വൈഭവിന് 22 റൺസ് ഡിഫെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ആ ഓവറിൽ 20 റൺസാണ് വൈഭവ് കൺസീഡ് ചെയ്തത്. ശുഭം ദുബെ നന്നായിട്ട് തന്നെ ആ ഓവറിൽ കളിച്ചു. അവസാന പന്തിൽ 3 റൺസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. ആ പന്ത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ ശുഭം ദുബെക്ക് കഴിഞ്ഞില്ല. ഡബിളിനായിട്ട് ഓടിയിട്ട് ആർച്ചർ റൺഔട്ട് ആവുകയും ചെയ്തതോടെ ഒരു റൺസിന്റെ ഒരു ത്രില്ലിംഗ് വിൻ KKR സ്വന്തമാക്കി. അപ്പോൾ ഈ മത്സരത്തിലും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചേസിന്റെ ആദ്യൊരു 16 ഓവർ കഴിയുമ്പോൾ നമ്മുടെ RR തന്നെയായിരുന്നു മുന്നിൽ. പക്ഷേ അവർക്ക് ഈ ചേസും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മൾ ഡെത്ത് ഓവർ സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ 50 റൺസ് മാത്രമാണ് ഇവർക്ക് സ്കോർ ചെയ്യാനായത്. ഇപ്പോൾ റൺ റേറ്റ് എന്ന് പറയുന്നത് 10. അതിൽ 20 റൺസും ലാസ്റ്റ് ഓവറിൽ സ്കോർ ചെയ്തതാണ്. അപ്പോൾ 16 തൊട്ട് 19 വരെയുള്ള ഓവറിൽ 30 റൺസ് മാത്രമേ ഇവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. KKR ആ ഫേസിൽ എടുത്തത് 85 റൺസാണ്. അപ്പോൾ റസലിന്റെ ഒരു ബ്ലിറ്റ്സ് അത് വന്നപ്പോൾ ആ ഒരു 35 റൺസിന്റെ വ്യത്യാസം ആ ഒരു ഫേസിൽ വന്നു. അതാണ് പ്രധാനമായിട്ടും ഒരു ഡിഫറൻസ് അവിടെ വന്നത്. അതുപോലെ തന്നെ ഈ മത്സരം 1 റൺസിനാണ് ജയിച്ചതെന്ന് അറിയുമ്പോഴാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ റിങ്കു സിംഗിന്റെ ആ ഒരു ബൗണ്ടറി ലൈനിലുള്ള എഫേർട്സ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ബൗണ്ടറി പോകേണ്ട ബോളുകൾ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഡൈവ് ചെയ്തിട്ടാണ് നമ്മുടെ റിങ്കു സിംഗ് സേവ് ചെയ്തത്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ കുറഞ്ഞത് ഒരു 6 റൺസെങ്കിലും സേവ് ചെയ്തു. ആ ഒരു കോൺട്രിബ്യൂഷൻ മത്സരത്തിന്റെ റിസൾട്ടിൽ ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുകയും ചെയ്തു. ഇനി KKRന്റെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി, മൊയിൻ അലി എന്നിവർ 2 വിക്കറ്റ് വീതം എടുത്തു. മൊയിൻ അലി ആദ്യം 2 ഓവർ എക്സലന്റ് ആയിട്ടാണ് എറിഞ്ഞത്. എന്നാൽ പിന്നീട് നമ്മുടെ റിയാൻ പരാഗ് 5 സിക്സറുകൾ മൊയിൻ അലി അടിച്ചു. അതോടെ മൊയിൻ അലിയുടെ ടോട്ടൽ ഫിഗേഴ്സ് നോക്കിയാൽ നല്ല എക്സ്പെൻസീവ് ആയി. പിന്നെ വൈഭവ് റോറോ 1 വിക്കറ്റ് എടുത്തെങ്കിലും എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നീട് സുനിൽ നരേന് വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഡീസന്റ് ആയിട്ട് തന്നെ എറിഞ്ഞു. 4 ഓവറിൽ 27 റൺസ് മാത്രമേ സുനിൽ നരേന് കൊടുത്തുള്ളൂ. ആന്ദ്രെ റസൽ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. വെൽ ഡിസേർവ്ഡ് ആണ്. ഇത് KKRന് വളരെ നല്ലൊരു ന്യൂസ് ആണ്. ആന്ദ്രെ റസൽ തന്റെ ഒരു ഫോമിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള 3 മത്സരങ്ങളും ജയിച്ചാൽ മാത്രമാണ് നമ്മുടെ KKRന് പ്ലേ ഓഫിലേക്ക് കടക്കാനാവുന്നത്. അപ്പോൾ ഈ ആന്ദ്രെ റസലിന്റെ ഫോം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാറ്റിംഗിൽ ഇനി അവർക്ക് സോൾവ് ആവാനുള്ളത് ആ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പോടാണ്. ഇനി 3 മത്സരങ്ങളാണ് KKRന് ശേഷിക്കുന്നത്. അപ്പോൾ 3 മത്സരങ്ങളും ജയിച്ചു കഴിഞ്ഞാൽ 17 പോയിന്റ്സിലെത്താം. ആ 17 പോയിന്റ് കൊണ്ട് പ്ലേ ഓഫിലേക്ക് കടക്കാൻ കഴിയേണ്ടതാണ്. RRനെ സംബന്ധിച്ച് അവർ എലിമിനേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് അവരെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒന്നല്ല. പിന്നെ അവസാന മത്സരങ്ങൾ ഒരു ഹൈയിൽ ഫിനിഷ് ചെയ്യുക എന്ന് മാത്രമേ അവരെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഈ മത്സരത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.